ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ. കാരണം വേറൊന്നുമല്ല, ഞങ്ങളുടെ തൊട്ടടുത്ത അമ്പലത്തിൽ വിളക്ക് ഉത്സവമായിരുന്നു. അപ്പോൾ ഇത് വിഷുവിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇടുന്നത്. വിഷു ദിവസത്തെയും ഇന്നലത്തെയും കൂടിയിട്ടാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, രാവിലെ അമ്പലത്തൊക്കെ പോയി നല്ല. അത് കഴിഞ്ഞ് എനിക്ക് ഏറ്റവും എന്താ പറയുക സന്തോഷമായത് അവിടുത്തെ കൈനീട്ടം കിട്ടിയതാണ് കേട്ടോ. ഒരുപാട് കാലമായില്ലേ കൈനീട്ടമൊക്കെ വാങ്ങിയിട്ട്. അപ്പോൾ ഒത്തിരി സന്തോഷമായി. പിന്നെ ചെറിയൊരു ഫോട്ടോഷൂട്ട്. പിന്നെയാണ് കൈനീട്ടം കൊടുക്കുന്നത് കേട്ടോ. കാരണം രാവിലെ 2 പേരും എണീച്ചത് കുറച്ച് വൈകിപ്പോയി. അപ്പോൾ രാവിലെ ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് കൈനീട്ടം കൊടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തിരിച്ച് വന്നിട്ടാണ് കൈനീട്ടമൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇനി അധികം കഥയടിക്കാൻ നേരമല്ല, ഇനി അടുക്കളയിലേക്ക് കയറട്ടെ. രാവിലെ കുറച്ച് ദോശയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ പോയത്. അടുത്തുനിന്ന് കുറച്ച് പേര് വരും, അപ്പോൾ അവർക്കുള്ള ദോശ ഉണ്ടാക്കിയേ. ഇനിയിപ്പോൾ വന്നിട്ട് വേണം ബാക്കി പണി തുടങ്ങാൻ വേണ്ടിയിട്ട്. നൈനിക പയറരിഞ്ഞ് തരുന്നുണ്ട്. അവൾക്ക് ഇന്ന് തോരൻ വെക്കാനും മാങ്ങാച്ചാർ ഉണ്ടാക്കാനാണ് ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് തക്കുവിനും ചെറിയ ചെറിയ പണിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പം ഞാൻ സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഏട്ടൻ പായസത്തിൻ്റെ ഡ്യൂട്ടി ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഓട്ടം കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ രാവിലത്തെ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞ്, രാവിലെയല്ല ഉച്ചയായിട്ടോ. ശരിക്കും 12 മണിയാകുമ്പോഴേക്കും എൻ്റെ വിഷു ഓണത്തിൻ്റെ ദിവസങ്ങളിലൊക്കെ 12 മണിയാകുമ്പോഴേക്കും ഭക്ഷണമൊക്കെ ആവും കേട്ടോ. പക്ഷേ ഇന്ന് ഓർക്കാപ്പുറത്ത് പോയതുകൊണ്ട് തന്നെ എല്ലാം ടൈം വൈകി. ഇന്നിപ്പോൾ 1 മണി കഴിഞ്ഞു. അപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കി പണിയെടുക്കാൻ ഇത്തിരി മടിയാണ്. അതുകൊണ്ട് ഞാൻ വേഗം പോയി പാത്രമൊക്കെ കഴുകി വെച്ച് അടിച്ച് വാരി എല്ലാ പണിയും കഴിഞ്ഞ് തുടച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ. ഓണം വിഷു ഞങ്ങൾ 4 പേരും പായയിലിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുക. അച്ഛനും അമ്മയും പിന്നെ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് ടേബിളിൽ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അച്ഛനും മകളെ എന്തോ തെറ്റിയിട്ടുണ്ട്. ഒക്കെ ഇന്ന് എന്താ കാരാപ്പുഴയ്ക്ക് പോകണമെന്ന് പറഞ്ഞ് ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. വലിയ സദ്യയൊന്നും ഇല്ല കേട്ടോ. ചോറ്, സാമ്പാർ, പപ്പടം, അവിയൽ, പയറുപ്പേരി, പുളിയിഞ്ചി, മാങ്ങച്ചാർ, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നുള്ളേ. ഒന്നാമത് ഇന്ന് ഓർക്കാപ്പുറത്ത് പോയതല്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചെറുപയർ പരിപ്പാണ് പായസമാണ് കേട്ടോ ഉണ്ടാക്കിയിരുന്നത്. അങ്ങനെ അതൊക്കെ കുടിച്ച് കുറച്ച് നേരം വിശ്രമിച്ച്, കുറച്ച് നേരം എന്നല്ല കേട്ടോ, 1.5 വിശ്രമമായിപ്പോയി. ഇത് ഇന്നലത്തെ വീഡിയോ. അതായത് വിഷുവിൻ്റെ പിറ്റേ ദിവസം നമ്മുടെ അമ്പലത്തിൽ വിഷു വിളക്കാണ് കേട്ടോ. അപ്പോൾ ഞാനും മക്കളും കൂടി പോവുകയാണ്. ഏട്ടൻ രാവിലെ പോയിട്ടുണ്ടായിരുന്നു. ഞാനും മക്കളിതാ വയലിൽ കൂടി ഇങ്ങനെ കറങ്ങി അടിച്ചെടുക്കുക. സമയം ഇപ്പം തന്നെ 9:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഭയങ്കര വെയിലാണ്. എന്നാലും ഒരു രസമല്ല ഇങ്ങനെ വയലിൽ കൂടിയൊക്കെ നടക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ നടക്കാൻ. പക്ഷേ എന്നാലും ഒരു എന്താ പറയുക, രസമാണ് കേട്ടോ ഇങ്ങനെ നടന്നു പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ തൊഴുത് ഞങ്ങളെല്ലാവരും ഇവിടെ കഥയൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അമ്പലത്തിൽ കുറേ പേരുണ്ട്, പക്ഷെ നമുക്കെല്ലാവരും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുകയാണ്. നമുക്ക് അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണമല്ലേ, അതെത്ര കഴിച്ചാലും മതിയാവില്ല അല്ലേ. പിന്നെ എല്ലാം അടിപൊളി പായസം ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചു. മക്കൾ 2 പേരും എന്താ പറയുക, ഐസ്ക്രീമിന് വേണ്ടിയിട്ട് തല്ലുണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ മാത്രമേ വാങ്ങിത്തരുള്ളൂ. അതുകൊണ്ട് അവർ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഐസ്ക്രീം എനിക്ക് വാങ്ങേണ്ടി വന്നില്ല, കുറേ പേര് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വയലിൽ കൂടി നടക്കാൻ മടിച്ചിട്ട് ഞങ്ങൾ ഏട്ടൻ്റെ കൂടെ കേട്ടോ വന്നത്. അത് കഴിഞ്ഞതാ ഇത് വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ. സമയം ഇപ്പോൾ ഏകദേശം 6 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫാഷൻ ബൂട്ടിൻ്റെ
കൃഷിയാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഇന്ന് മക്കളുടെ ഡാൻസ് ഉണ്ട്. അപ്പോൾ അതിനാണ് വൈകുന്നേരം വന്ന് ഏട്ടനെ കൂട്ടാൻ വരാൻ ടൈം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനും മക്കളും കൂടി ഇതാ വയലിൽ കൂടിയൊക്കെ കറങ്ങി അടിച്ച് വന്നു കേട്ടോ. പിന്നെ അമ്പലത്ത് ഭജന ഉണ്ടായിരുന്നു, കോൽക്കളി ഉണ്ടായിരുന്നു, മക്കളുടെ പരിപാടി ഉണ്ടായിരുന്നു, കരോക്കെ ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് ആകാശവിസ്മയം, അത് കഴിഞ്ഞിട്ടാണ് മക്കളുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. എന്തായാലും മക്കളെല്ലാവരും നന്നായിട്ട് പരിപാടിയൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളുടെ പരിപാടീൻ്റെ സോങ് എന്തായാലും ഇടുന്നില്ല, കാരണം അറിയാലോ കോപ്പിറൈറ്റ് വരും, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഡാൻസ് കരോക്കയ്ക്ക് ഞങ്ങൾ നിന്നില്ല, വേറൊന്നും കൊണ്ടല്ല, കൂടണം എന്നൊക്കെ കാണണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ മക്കൾ അപ്പോഴേക്കും ഉറക്കം തൂങ്ങാൻ തുടങ്ങി, അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അപ്പോഴേക്കും അടുത്ത ഐസ്ക്രീമിൻ്റെ ടൈമായി. കുറച്ച് പരിപാടി ഉണ്ടായിരുന്നുള്ളൂ, എങ്കിലും എല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും സമയം